ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് നമുക്ക് അത്രയും പരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നെന്ന് തിരിച്ചറിയുന്ന നിമിഷം ഇറ്റ്സ് എ വണ്ടർഫുൾ മൊമെന്റ്. അത് പറഞ്ഞു വെക്കാൻ സാധിക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഇത്രത്തോളം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നെന്ന് അറിയുമ്പോ കിട്ടുന്ന ആ ഒരു ഒരു മൊമെന്റ് ഓഫ് ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഇറ്റ്സ് എ വേറെ ലെവൽ. നിങ്ങൾക്കതെന്ന് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ദൈവം നിങ്ങളെ എവിടെ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, എവിടെ നിന്നൊക്കെ കരുതുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്ന നിമിഷം നിങ്ങൾ വേറെ ഒരു വേൾഡിൽ പോയ പോലെ ആയിരിക്കാം. എന്താ പറയാ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മൊമെന്റ് ആയിരിക്കും. പിന്നെ നിങ്ങളുടെ കണ്ണ് തുറന്ന് കാണുന്നതെല്ലാം വളരെ അടിപൊളി മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളും മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് എന്ന് കരുതി വെച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തോന്നും. ആഹാ, എന്നാ ഒരു മൊമെന്റ് വരും, ഇത് ഇത്രേ ഉള്ളായിരുന്നോ, ഇത്ര അടിപൊളിയായിരുന്നു, ഞാൻ ഇത്ര നാളായിട്ട് ഇത് കണ്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു മൊമെന്റ് വരും. ആ മൊമെന്റ് നിങ്ങൾക്ക് അതുപോലെ ഹാപ്പി ആയിട്ട് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കുറെയൊക്കെ സ്ട്രഗിൾ വന്നേ പറ്റത്തുള്ളൂ. എന്നാലേ അതിന്റെ റിയൽ ഹാപ്പിനെസ് നമ്മൾ തിരിച്ചറിയത്തുള്ളൂ. നമുക്ക് പെയിൻ കിട്ടി 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 അതിന്റെ ലാസ്റ്റ് മിനിറ്റിൽ കിട്ടുന്ന ഹാപ്പിനെസിന്റെ വില ഇറ്റ്സ് എ പവർഫുൾ വൺ. നിങ്ങളുടെ എന്താ പറയാ ലൈഫിലൊക്കെ കിട്ടാവുന്ന അടിപൊളി ഹാപ്പിനെസ് മാത്രം ആയിരിക്കത്തില്ല, നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടർ, പലതും നിങ്ങൾ വേറെ ഒരാളായി തീർന്നിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.